2026 ഏപ്രിൽ മാസം 23-ാം തീയതി 24-ാം തീയതി പൂർത്തിയായ KCET കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് 2026 കഴിഞ്ഞവരോട് ഒരു കാര്യം പറയാം. ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ ഒരു രക്ഷകർത്താവ് എന്നോട് ചോദിക്കുന്നത് ഞാൻ മറുപടി കൊടുക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. സാറേ, മോന് കേസറ്റ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ 90% മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഇയറിൽ റിസൾട്ട് വന്നിട്ടില്ല. നേഴ്സിംഗ് വിടാൻ വേണ്ടിയിട്ടാണ്. ഈ കോളേജുകൾ എങ്ങനെയുണ്ടെന്നെല്ലാം അറിയാവോ? നിങ്ങൾ എന്തിനാ ഈ പരിഭ്രമിക്കുന്നത്? നിങ്ങൾ കേസറ്റ് അതായത് KCET 2026 എഴുതിയതല്ലേ? റാങ്ക് വരട്ടെ. നിങ്ങൾക്ക് 2 ലക്ഷത്തിനകത്താണ് റാങ്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് കിട്ടുമല്ലോ. പിന്നെ എന്തിനാണ് ഇപ്പോഴേ നിങ്ങൾ പ്രീ ബുക്കിംഗ് ആയിട്ട് പോകുന്നത്? അത് ഏജന്റുമാർ നിങ്ങളെ പറ്റിക്കാനായിട്ടും കബളിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. സൂക്ഷിക്കുക കേട്ടല്ലോ. നിങ്ങളെ എൻട്രൻസ് പരീക്ഷ എഴുതിയവർ യാതൊരു കാരണവശാലും പ്രീ ബുക്കിങ്ങിലോട്ട് പോകേണ്ട യാതൊരു കാര്യവും ഇല്ല. നിങ്ങൾ ഒരു 2 ലക്ഷത്തിനകത്താണ് നിങ്ങളുടെ റാങ്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ അതിന് സമാന്തരമായ നേഴ്സിംഗ് കോളേജിലോ നിങ്ങൾക്ക് അഡ്മിഷൻ ഗവൺമെന്റ് നിശ്ചയിച്ച ഫീസിൽ നിങ്ങൾക്ക് ലഭിക്കും. അത് തീർച്ചയാണ്. കഴിഞ്ഞ 3-4 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. തെളിവുകളൊക്കെ ഞാൻ പഴയ വീഡിയോയിലൊക്കെ അവിടേക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. നിങ്ങൾ ആരും KCET 2026 എഴുതിയ വിദ്യാർത്ഥികൾ ആരും പ്രീ ബുക്കിങ്ങിലേക്ക് പോകണ്ട. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള മെഡിക്കൽ കോളേജുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, പരിശോധിക്കുക. പക്ഷെ ഒരു കാര്യം, ഓപ്ഷൻ എൻട്രി കൊടുക്കുന്നത് ജാഗ്രത പാലിച്ചു വേണം ഓപ്ഷൻ എൻട്രി കൊടുക്കുവാൻ. കാരണം 700 നേഴ്സിംഗ് കോളേജിൽ കർണാടകയിലുണ്ട്. പലതും പല പേരുകൾ സാമീപ്യമൊക്കെ കാണും. പെട്ടു പോകരുത്. താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ടും വീണ്ടും വരാം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ പറയുക. നന്ദി, നമസ്കാരം.